നമുക്കിന്നൊരു കുഞ്ഞിപ്പത്തലുണ്ടാക്കിയാലോ? സത്യം പറഞ്ഞാൽ ഇത് ഇന്നലെ വീഡിയോ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്നൊരു വീഡിയോ ആണ്. അങ്ങനെ അത് കണ്ടപ്പോൾ പെട്ടെന്നൊരു കൊതിയായി രാവിലെ ചെന്ന് ചിക്കൻ വാങ്ങിച്ചു. അങ്ങനെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഉരട്ടിയുടെയൊക്കെ മാവ് എടുക്കുക, കുറച്ച് കൊച്ചുള്ളി ചതച്ചിടുക, കുറച്ച് ജീരകം ഇടുക, നല്ല തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കുക. ഇതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ, തേങ്ങ. ചിരണ്ടിയ തേങ്ങ കൂടി ഇട്ട് കുഴച്ചെടുക്കുക കേട്ടോ, ഉപ്പും കൂടി ഇടുക. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ്, കൊച്ചുള്ളി ചതച്ചത്, ജീരകം, തേങ്ങ, ഉപ്പ് ഇതെല്ലാം കൂടി നല്ല തിളയ്ക്കണ വെള്ളത്തിൽ ചപ്പാത്തിയുടെ മാവ്, ഇടിയപ്പത്തിൻ്റെ മാവ്, ഉരട്ടിയുടെ മാവൊക്കെ കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നടുക്ക് ഇങ്ങനൊരു കുഴി കൊടുക്കുക. ഒരു പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു കുഴി വരും കേട്ടോ. ഇങ്ങനെ ഈ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവിനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഇതുപോലെ ആക്കി എടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ കണ്ട റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങ മസ്റ്റായിട്ട് ഇടുക. ഞാൻ തേങ്ങ ഇടാൻ മറന്നുപോയി. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് പത്തിൽ നിന്ന് എന്തോ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം, ഒരു സുഖം വരുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് എന്താ കുറഞ്ഞു പോയെന്ന് ആലോചിച്ചപ്പോഴാണ് അയ്യോ ചിരണ്ട തേങ്ങ ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. സോ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചിരണ്ട തേങ്ങ കൂടെ ഇട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് ഈ ഷേപ്പിലാക്കിയിട്ട് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക, വേവിച്ചെടുക്കുക. ഇനി വേണ്ടത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് ലൂസായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് വയ്ക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് എടുക്കുക, കറിവേപ്പില ഇടുക, പിന്നെ കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് എണ്ണ കടുക് പൊട്ടിച്ചതിലിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് മൂടി വെച്ച് ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നപ്പോഴേക്കും തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്ന ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു. കുറച്ച് സവോള വറുത്തതും അതിൻ്റെ മുകളിലിട്ടു. കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുത്തേ. എന്നിട്ട് അത് നന്നായിട്ട് പാകമായി വന്ന് ഗ്രേവി എല്ലാം കുറുകി വന്ന ശേഷം നമ്മുടെ കുഞ്ഞിപ്പത്തലൂടി അതിട്ട് ഒന്ന് തിളപ്പിച്ച് കുറച്ച് സമയം മൂടി വെച്ചിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം എടുത്ത് കഴിക്കുകയാണ്. ചിക്കൻ കറി നിങ്ങളുടെ ഇഷ്ടത്തിന് വയ്ക്കാം. കുറച്ചൊന്ന് ലൂസായിട്ട് വയ്ക്കണമെന്നേ ഉള്ളൂ. ഞാൻ വച്ചൊരു രീതി പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചിക്കൻ കറി അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ചിക്കൻ കൂടി തട്ടിയതേ ഉള്ളൂ. അതിൽ രണ്ടാം പാലും ഒന്നാം പാലും ഒഴിച്ചു. പിന്നെ കുറച്ച് സവോള വറുത്തതും കുറച്ച് മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി കുഞ്ഞിപ്പത്തൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് തേങ്ങ ചിരണ്ടി കൂടെ അതിലിട്ടുന്നെങ്കിൽ ഒരു പ്രത്യേക സ്വാദുണ്ടായിരുന്നാണ് കേട്ടോ. നമ്മുടെ ഒറട്ടിയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന അതേ ഒരു സ്വാദുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കുഞ്ഞിപ്പത്തല ചിക്കൻ ഗ്രേവിയിലൊക്കെ കിടന്ന് സോക്കായി കഴിച്ചപ്പോഴേക്കും ഒരു പ്രത്യേക സ്വാദ്. എന്തായാലും കൊള്ളാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, കുഴപ്പമില്ല.